അല്ല, സ്വാഭാവികമായിട്ടും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പം പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടാണ്. MLA ഒരു പ്രസ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തള്ളിക്കയറി. ഇന്ന് രാവിലെ മുതൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ടയേർഡായിട്ട് രാവിലെ പോലും ഒരു വെള്ളം കുടിക്കാത്ത പ്രഥമ അധ്യാപികയാണ് ഇവർ വന്നിങ്ങനെ ഹരാസ് ചെയ്തുള്ള ചോദ്യം ചോദിക്കുന്നത്. അതിനോട് യോജിപ്പില്ല. തീർച്ചയായിട്ടും പറയാനുള്ള മറുപടിയെല്ലാം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ 2 എൻക്വയറിയാണ് നടക്കുന്നത്. ഒന്ന് KSCBയുടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വന്നത് KSCBയുടെ എൻക്വയറിയിൽ KSCBക്ക് വീഴ്ചയുണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വീഴ്ചയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാനപ്പോൾ അത് ആ പ്രസ് മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞതിനായിരുന്നു. അവരുടെ വീഴ്ചയുണ്ടെങ്കിൽ അത് അത് അംഗീകരിക്കണം, തുടർ നടപടികളുണ്ടാകും. ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ. നമ്മൾ ആരെയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ. തെറ്റാണെങ്കിൽ തെറ്റെന്ന് വിളിച്ചു പറയും, അത്രയേ ഉള്ളൂ. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. റിപ്പോർട്ട് വരട്ടെ, എൻക്വയറി കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ. കുട്ടിയുടെ അമ്മ വരുന്ന സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ടോ? ഞാനിന്നിപ്പോൾ ആ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ബോഡി ഞങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ആ വീട്ടിൽ പോയി പിതാവിനെ കണ്ടു, ബന്ധുമിത്രാദികളെ കണ്ടു. അവർ തുർക്കിയിലാണ്, കുവൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടുജോലിക്കായിട്ട് പോയിരുന്നായിരുന്നു. അപ്പോൾ ആ വീട്ടുടമ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജുവിന്റെ അമ്മ തുർക്കിയിലാണ് ജോലി ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് ഒരു തുർക്കിയിലേക്ക് പോയത്. ഈ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അമ്മ അത്തരത്തിലൊരു ജോലിക്കായി ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ അമ്മയെ മകന്റെ മരണവിവരം അറിയിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്.